ചിറക്കൽ മാധവി കണ്ണൻ മെമ്മോറിയൽ ലഹരിക്കെതിരെ മഹാകുടുംബ സംഗമം നടത്തി. കണ്ണമാലി ചിറക്കൽ മാധവി കണ്ണൻ മെമ്മോറിയൽ ലഹരിക്കെതിരെ മെഗാ കുടുംബ സംഗമം നടത്തി. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. കൂട്ടോട്ടം, ലഹരിക്കെതിരെയുള്ള മത്സരങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ, മറ്റു മത്സരങ്ങൾ. അപ്പോൾ ഇത്തരം കടുത്ത ലഹരി ഉപയോഗത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പത്രം തുറന്നു നോക്കിയാൽ നിങ്ങളൊക്കെ ദിവസവും നമുക്ക് പത്രം വായിക്കുന്നവരാണ്. നോക്കിയാൽ കാണുന്നതാ ഈ മയക്കമരുന്നുമായി പിടിക്കുന്നവരുടെ എണ്ണം എല്ലാ ദിവസവും വയ്ക്കുള്ളതാണ്. കഞ്ചാവായി പിടിച്ചവർ, ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്, പിന്നെ MDM എന്നൊക്കെ പറയുന്നത് പല സംഭവവാസങ്ങളും ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുകയാണ്. ഇത് യുദ്ധത്തിന് തുല്യമാണ് ഞാൻ പറയുന്നത്. യുദ്ധത്തിൽ മനുഷ്യൻ മരിക്കുന്ന പോലെയാണ് മയക്കമരുന്ന് അഡിക്റ്റായി മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കണ്ണമാലി ഭാഗത്തുനിന്ന് ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം. നിങ്ങൾ ജില്ലയുടെ പല ഭാഗത്തുനിന്ന് ആൾക്കാരായിരിക്കും, പക്ഷെ കണ്ണമാലി ഭാഗത്ത് ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് ഒരിക്കൽ അത് ഇപ്പോൾ എനിക്കിടപ്പോൾ സങ്കടം തോന്നിയെനിക്ക് ഒരു അമ്മ ഒരു കൊല്ലം മുമ്പ് എൻ്റെ തോന്നുന്നു ഒരു അധികം പ്രായമില്ല സാർ, 2 മക്കളുണ്ട്, മക്കളാണ്. ഭർത്താവ് വളരെ മുമ്പ് മരിച്ചുപോയി. മറ്റു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു തീരെ ചെറുതായിരുന്നു, ഭർത്താവ് മരിച്ചു. മൂത്തവരെ കൂടെ നിർത്തി ഇളയുടെ കൂടെ എവിടെയോ കൊണ്ട് ഓടിക്കൊക്കെ ആക്കി, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടാക്കി. വീട്ടിൽ വിദ്യജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. പിന്നെ വീട്ടു ജോലി എടുത്ത് വരുമ്പോൾ ഇവൻ ഇവിടുത്തെ കുട്ടികളുടെ കൂട്ടുകൂടി കഞ്ചാവിലേക്ക് പോയി പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയായിരുന്നു. അവിടെ നിന്നവനും എന്തൊക്കെ കൂട്ടിയെടുത്തപ്പെട്ട് 2 പേര് ഇതിൻ്റെ ആൾക്കാരെ അവരവിടെ പറഞ്ഞു. അവസാനം ആ സ്ത്രീ ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ആ സ്ത്രീ മരിച്ചത്. കാതികൻ എറണാകുളം പൊന്നൻ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ടി, പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK സെൽവരാജൻ, ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ റോസി പെക്സി, കണ്ണമാലി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, DCRB സബ് ഇൻസ്പെക്ടർ PA രമേശൻ എന്നിവർ മയക്കുമരുന്നിനെതിരെയുള്ള സന്ദേശവും ആശംസകളും അറിയിച്ചു. CS സുബ്രഹ്മണ്യൻ അനുസ്മരണ പ്രഭാഷണവും, EK വിജയൻ സ്വാഗതവും, PT കുഞ്ഞപ്പൻ നന്ദിയും രേഖപ്പെടുത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഇത്തവണ SLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. 200ഓളം അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ കുട്ടിയാണെങ്കിൽ നല്ല സ്മാർട്ടുമാണ്, പക്ഷെ ഇവിടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മ ആക്കിയിട്ട് പോകും. ഇതെന്താണ് ചെയ്യുന്നത്? അവസാനം എനിക്ക് സംശയം തോന്നുന്നു നോക്കിയപ്പോൾ വേറെ കൂട്ടുകാരികളുമായിട്ട് കൂടെ വേറെ സെൻറ്ററിൽ പോയിട്ട് ഡാൻസും പാട്ടും വലിയ കളിക്ക് പോയി. അവസാനം ആ കുട്ടി അതിൻ്റെ അഡിക്റ്റായില്ലേ. അവസാനം കൊണ്ടുപോയി ഡീഹൈഡ്രേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി മാറ്റി. അവിടെ നിന്നും മാറാൻ പറ്റുന്നില്ല. അവസാനം ഇത് നാട് വിട്ട് പോകുന്നു. അവസാനം ഒരു സ്ഥലത്ത് ചെന്നപ്പെട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കുട്ടി ഇതിൽ തന്നെ പിന്മാറിയപ്പോൾ ആൾ ഒരു കോമ പോലെ ഒന്നും ചെയ്യാത്ത അവസ്ഥ കുട്ടികളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മയക്കമരുന്നിൻ്റെ ഇതിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന വലിയ ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത്. ഞാനിപ്പോൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് ഏറ്റെടുത്തതിൽ ഞാൻ നിങ്ങളെ ഈ കുടുംബ സംഘക്കാരെ പറ്റി അഭിനന്ദിക്കുക. ആ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് സ്ഥാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. നമുക്കറിയാം സമൂഹത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു വരുമ്പോൾ ഇപ്പോൾ ഇതിനെ SLC വന്നപ്പോൾ എന്തോരം മാതാപിതാക്കൾക്ക് സന്തോഷം വന്ന സ്കൂളിലെ പ്രസിഡന്റ് മക്കൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ അവരെ അടുത്ത ഭാവിക്ക് നോക്കുന്നു, അവർക്ക് അടുത്ത സെറ്റ് പോകണം. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.